ഹായ് ഫ്രണ്ട്സ്, ഉമ്മുസ്രജ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ആസിഫ് ദില്ലിയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പറയുന്നതും പറയാത്തതുമായിട്ട് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. അല്ലോ ഇത് ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇവൻ കൊണ്ടുവന്ന് കഴിക്കുന്നത്. ആദ്യത്തെ കടയിൽ നിന്ന സമയത്ത് ഇവൻ ഇതേമാതിരി ഒരു ദിവസം നാട്ടിൽ പോയി ഇതൊക്കെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഇത് കൊണ്ടുവന്നില്ല. ഇത് എള്ളിൻ്റെ ഒരു ടൈപ്പ് മിഠായിയാണ്. കടല മിഠായിയാണെന്ന് വിചാരിച്ചു, പക്ഷെ അതെല്ലാം എള്ളാണ്. ഇതും വൈറ്റ് ഇതും എള്ളാട്ടോ. ഇത് പേടയാണ്. പേടയും ഗുലാബ് ജാമുനും കൊണ്ടുവരാൻ പറഞ്ഞു. രണ്ട് കൊണ്ടുവരാം. മൈ ഫേവറേറ്റ്. പിന്നെ അതേപോലെ പിന്നെ ഒരു റെഡ് ക്യാരറ്റ്, അത് ഞാൻ ഒരു ദിവസം വീഡിയോയിൽ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ എൻ്റെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു കേട്ടോ. വീട്ടിലുണ്ടാക്കലുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. പിന്നെ എനിക്ക് ചപ്പൽ കൊണ്ടുവന്നു. പാർട്ടി വെയർ ചപ്പൽ വേണമെന്ന് പറഞ്ഞപ്പം അത് കറക്റ്റ് സൈസായിരുന്നു. നല്ല അടിപൊളിയുണ്ട് കാണാൻ. പക്ഷെ ഫോട്ടോയിൽ അവനെ അയച്ചു തന്നപ്പോൾ രസമില്ലായിരുന്നു കേട്ടോ. പിന്നെ പാലക്ക് ചീര, അത് വീട്ടിലുണ്ടാക്കുന്ന തന്നെ കേട്ടോ. അവരൊക്കെ നല്ല കർഷകരാണ്. പിന്നെ ഒരു ചപ്പലും കൂടി ഉണ്ടായിരുന്നു. 2 ചപ്പലേ പറഞ്ഞിരുന്നത്. അതിൽ അവന് ഇഷ്ടപ്പെട്ട 2 വാങ്ങി വരാനാണ് പറഞ്ഞത്. അത് വാങ്ങിക്കൊണ്ടുവന്ന്. രണ്ടും നല്ല കറക്റ്റ് ഫിറ്റിങ് തന്നെ ആയിരുന്നു കേട്ടോ. കാരണം അവിടെ വില കുറവാണ് കേട്ടോ. 400 രൂപ എങ്ങാനും എന്തോ ചില്ലറേ ഉള്ളൂ ഇതിന്. ഈ തേന് എൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി, അതായത് ഒറിജിനൽ തേനാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന കേട്ടോ. പിന്നെ ഓന് ഞാൻ പറയാണ്ട് കൊണ്ടുവന്നതാണ് നാരങ്ങ ചെടി. ഇവിടുത്തെ നാരങ്ങ കുഞ്ഞു നാരങ്ങയാണ്, അതായത് സാധാ നാരങ്ങയല്ല, അത് ചെറുതാണെന്ന് പറഞ്ഞിട്ട് ഓൻ്റെ നാട്ടിൽ വലുതാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അതിൻ്റെ പ്ലാന്റ് കൊണ്ടുവന്നിട്ടോ. പിന്നെ ഓൻ്റെ ഉമ്മനോട് ഞാൻ വീഡിയോ കോൾ കൂടെ വെണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ ആ വെണ്ണ ഉണ്ടാക്കി നോക്കിയായിരുന്നു. അത് ചിലപ്പോൾ കേടാന്ന് വിചാരിച്ച് കുറച്ച് കൊണ്ടുവന്നു. പിന്നെ സാരിയാണ് കേട്ടോ. അത് ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 നല്ല സാരി എടുക്കാൻ പറഞ്ഞിട്ട് അവന് പറ്റുന്ന രീതിയിൽ എല്ലാം കൂടി നടക്കാഞ്ഞിട്ട് പറ്റുന്ന രീതിയിൽ അവൻ്റെ ബുദ്ധിക്ക് 2-3 സാരി എടുത്ത് വന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ഇതിന് 300 ചില്ലാനോ അങ്ങനെ എന്തോ റേറ്റേ ഉള്ളൂ, കുറഞ്ഞ റേറ്റേ ഉള്ളൂ എല്ലാം. പക്ഷേ ഇട്ട് നല്ല വെച്ച് നോക്കുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷേ ക്വാളിറ്റി ഇല്ല കേട്ടോ, മെറ്റീരിയലിന് ക്വാളിറ്റി ഇല്ല. പിന്നെ ഇതാണ് ഇപ്പോൾ അവനോട് ഞാൻ ശരിക്കും ഡൽഹി പോവുകയാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞ സാധനം ഇതാണ് കേട്ടോ. നമ്മളെ ഷോപ്പിൽ വേണ്ടിയിട്ട് സ്റ്റീം അയൺ കേട്ടോ, യൂണിറ്റിലേക്കുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ അവനും അവൻ്റെ ഉമ്മനെ കണ്ടിട്ട് 3 വർഷമായി. ഉമ്മനെ കാണാനും അതോടൊപ്പം നമുക്ക് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ദില്ലി പോയിരുന്നത്. അപ്പോൾ അതെല്ലാം കൊണ്ടുവന്ന് പിന്നെ അവിടുത്തെ മെയിനും ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് പോലും ഇത് പൊരി. നമ്മളിവിടെ അമ്പലത്തിലൊക്കെ കിട്ടുന്ന പൊരിയില്ല, അതിൽ കുറച്ച് മറ്റേ വൈറ്റ് കടലയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട് വെറുതെ കഴിക്കാൻ. അപ്പോൾ അങ്ങനെ അവൻ എല്ലാം കൂടി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അവനെ കൊണ്ട് പറ്റുന്ന പോലെ ഇത്രയും ലഗേജ് എങ്ങനെ കൊണ്ടുവന്ന. സത്യം പറഞ്ഞാൽ ഇത് ഷോപ്പിലെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ട് കസ്റ്റമർക്ക് വേറെ ഇത് നോക്കാനൊക്കെ. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇത് എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ. ഓക്കെ.